നമസ്കാരം. നമ്മുടെ ഫ്ലോറിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്, പ്രീമിയം പ്രോഡക്റ്റ്, ക്വാളിറ്റി പ്രോഡക്റ്റ് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. പലവട്ടം കാണിച്ചിട്ടുള്ളതാണ്. ഇന്നും കാണിക്കാൻ പോകും നമ്മുടെ ജോർജ് കേദാരൻ ബിൽഡ്വെയറാണ്. കേദാരൻ ബിൽഡ്വെയറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് 3 സ്ഥലത്ത് ഷോറൂമുകളുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇയർ എൻഡിങ് ഓഫർ സെയിലും കൂടാതെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലും കൂടിയാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രീമിയം വെട്രിഫൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് അവൈലബിൾ ആകും. കൂടാതെ ഇപ്പോൾ ഇയർ എൻഡിങ്, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഓഫറുകളും അപ് ടു 30% വരെ നമുക്ക് ഓഫറും കൊടുക്കുന്നുണ്ട്. കാണാൻ പോകുന്നത് ജോർജ് കേദാരത്തിൻ്റെ ഓഫർ വിശേഷങ്ങളാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും എൻ്റെ ഒപ്പം ജോർജനുണ്ട്. ജോർജ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഗാലക്സിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അവസാനം കണ്ടുപിരിയുന്നത്. നമ്മുടെ കൊച്ചിയിൽ പാലാരിവട്ടം, എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് ബിസിനസിന്റെ ഹബ്ബായ മറ്റേ ഗോൾഡ് സൂക്കിന് സമീപമുള്ള ഷോറൂമിൽ വെച്ച് നമ്മൾ കണ്ടു. അവസാനം കണ്ടു ഗാലക്സി ഏകദേശം 2 മാസമായിട്ടുള്ള. ജോർജ് ചേട്ടാ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ കുറുപ്പംപടി അല്ല, ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ കുറുമശ്ശേരി. എനിക്കിത് എപ്പോഴും മാറിപ്പോ. ആ കുഴപ്പമില്ല, നല്ലതാണ്. 2 കുറുവാണ്. എയർപോർട്ടിന്റെ അവിടുന്ന് നമുക്ക് ട്രാവൽ ചെയ്താൽ വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഞങ്ങൾ പറയാൻ പോകുന്ന ഓഫർ എല്ലായിടത്തും ഉള്ളതാണ്. ഇന്ന് നടക്കാൻ പോകുന്ന ഒന്ന് നമ്മുടെ ഇയർ എൻഡിങ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ഓഫർ സെയിൽ കൂടാതെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. ശരി, അപ്പോൾ ജോർജ് ചേട്ടാ പറഞ്ഞു തുടങ്ങി. അത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ചെയ്യുന്നതല്ല. അത് ചില വളരെ റെയർ ആയിട്ടുള്ള കാലഘട്ടത്തിൽ സ്റ്റോക്ക് കൂടുതൽ സ്റ്റോക്കുകൾ വരുമ്പോഴും, അതായത് നോൺ മൂവിങ് സ്റ്റോക്കുകൾ കൂടുമ്പോഴും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. ഓക്കെ, അതായത് അതിനൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ, അതൊരു ഡാമേജ് പ്രൊഡക്റ്റ് ആണോ? ഡാമേജ് പ്രൊഡക്റ്റ് അല്ല. എല്ലാ ബ്രാൻഡുകളുടെയും പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ മാത്രം, ബ്രാൻഡുകളുടെ തന്നെയാണ്. എല്ലാ ബ്രാൻഡും ഉണ്ടാവും. അതേ പ്രീമിയം ക്വാളിറ്റി ടൈലുകൾ സ്റ്റോക്ക് കുറവായിരിക്കും. അതായത് കുറവ് സ്റ്റോക്കുള്ള പ്രോഡക്റ്റിന്റെ നമുക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് എല്ലാ പ്രോഡക്റ്റുകളിലും 4 ഉണ്ടാവും, 160, 80 ഉണ്ടാവും, 6 എല്ലാ സൈസിലും അവൈലബിൾ ആണ്. അത് 2 രീതിയിലാണ്. ഒന്ന്, കുറവ് സ്റ്റോക്കുള്ള പ്രോഡക്റ്റുകൾ, ഈ സ്ഥാപനത്തിലെ സാനിറ്ററി വെയർ ഉൾപ്പെടെ മുഴുവൻ പ്രോഡക്റ്റുകളും കുറവ് മാത്രമുള്ള പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞ ഓഫർ സെയിൽ എന്ന് പറഞ്ഞാൽ. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ എല്ലാം തന്നെ ബ്രാൻഡാണ്. ഈ ബ്രാൻഡുകൾ ഓരോന്നും പേരെടുത്ത് പറഞ്ഞാൽ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് പേരെടുത്ത് പറഞ്ഞാൽ പക്ഷേ 100% ബ്രാൻഡ്സ് കൂടാതെ പ്രീമിയം വിട്രിഫൈഡ് ടൈൽ, പക്ക വിട്രിഫൈഡ് ടൈലാണ് വരിക. ഇതിൽ ഏതൊക്കെ സൈസ് അവൈലബിൾ ആണ്? 1200, 600, 600, 600, 1600, 800, 1200, 1800. ഇതെല്ലാം ഉണ്ട്. 8-4 വരെ ഉണ്ട്. 2500, 1200 വരെ നമ്മുടെ ഈ സമയങ്ങളിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലുണ്ട്. പ്രൊഡക്റ്റ് കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് കൂടി പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ മസ്റ്റ് ആയിട്ട് പ്രൈസ് പറയണം. അത് 1200, 600 സൈസ് നമുക്ക് വെറും 18 രൂപ മുതൽ പക്ക വിട്രിഫൈഡ് ടൈല് 18 രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതും ബ്രാൻഡ് ഇൻക്ലൂഡിങ് GST കൊടുക്കാൻ സാധിക്കും. ശരി, അത് തന്നെ 160, 80 ആണെങ്കിൽ ഒരു 25 രൂപ മുതൽ കൊടുക്കാൻ സാധിക്കും. പക്ക വിട്രിഫൈഡ് 100% ഗ്യാരണ്ടി ബ്രാൻഡഡ് ടൈലുകൾ, പ്രീമിയം ക്വാളിറ്റി. 6x4 എന്ന് പറയുന്ന സൈസ് ആണെങ്കിലോ അതാണെങ്കിൽ നമുക്കൊരു 33 രൂപ, വെറും 33 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും. വെറും 33 രൂപയ്ക്ക് കൊടുക്കാം. അതായത് 6x4 എന്ന് പറയാൻ ഞാൻ എടുത്തു പറയാൻ കാര്യം, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു സൈസാണ് 6x4. 6x4ന്റെ ബ്രാൻഡഡ് വെട്രിഫൈഡ് പ്രൊഡക്റ്റ്, അത് പ്രീമിയം പ്രൊഡക്റ്റ് 33 രൂപയ്ക്ക് കൊടുക്കും വിത്ത് GST ആണ്, ഇൻക്ലൂഡിങ് GST. ഇത്രേ ഉള്ളൂ. പ്രോഡക്റ്റുകളുടെ ക്വാണ്ടിറ്റി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റി ആ പ്രോഡക്റ്റ് കിട്ടുള്ളൂ. മനസ്സിലായി. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 150 സ്ക്വയർ ഫീറ്റ് ഉദാഹരണം മാത്രമാണ്, ഈ ഫിഗർ കൃത്യമല്ല. 150 സ്ക്വയർ ഫീറ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഡക്റ്റ് കഴിഞ്ഞു. അതാണ് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ്. അതിനകത്ത് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഇഷ്ടംപോലെ യഥേഷ്ടം ഡിസ്പ്ലേ, അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഡിസ്പ്ലേ സ്റ്റുഡിയോ നമ്മുടെ കടകളിൽ, സ്ഥാപനങ്ങളിൽ വെച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളും എല്ലായിടത്തും ഉണ്ടോ? 2 സ്ഥലത്ത്, കുറുമശ്ശേരിയിലും കുറുപ്പുംപടിയിലും ഉണ്ട്. എറണാകുളം വൈറ്റിലയിൽ ഇല്ല. വൈറ്റില അതല്ല, അതിനുള്ള സംവിധാനങ്ങളല്ലല്ലോ. ബ്രാൻഡഡ് കമ്പനിയുടെ ഷോറൂമല്ല. കജാലിയ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മാത്രം അവരുടെ എല്ലാ പ്രൊഡക്റ്റും അവൈലബിൾ ആയിട്ടുള്ള ഷോറൂമാണ് കജാലിയ
ഗാലക്സി അതെ ബൈ ജോർജ് ഗൈതാൻ. അതുകൊണ്ട് അവിടെ അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ രണ്ട് ഷോറൂമിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് സ്റ്റുഡിയോ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷോറൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ ടൈലുകളെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം എല്ലാത്തിന്റെയും ഈ 2x2 ഒക്കെ ആണെങ്കിൽ എത്ര റേറ്റ് തുടങ്ങും? 2x2 ആണെങ്കിൽ നമ്മൾ പ്യൂർലി വിട്രിഫൈഡ് ഈ 17 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2x2 17, 4x2 18, 6x4 33, അങ്ങനെ പല റേറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് അവിടെ എല്ലാ ഡിസ്പ്ലേയും വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ടൈലാ. എനിക്ക് ഗ്രാനൈറ്റ് അതുപോലെ കോട്ട്സ് പോലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കോട്ട്സ് പോലുള്ള സാധനങ്ങൾ നമുക്ക് കണ്ടമാനം പ്രോഡക്റ്റുകൾ ഇരിപ്പുണ്ട്. ആ പ്രോഡക്റ്റുകളൊക്കെ വെറും 80 രൂപ. സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ പറയുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ് 15 തിക്നെസ്സിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് കോട്ട്സ് ആ ഗിൽറ്റ് ഒക്കെ ഉള്ളത് റെഡ് യെല്ലോ എന്നൊക്കെ ഗിൽറ്റ് ഉള്ളത് വെറും 80 രൂപയ്ക്ക് കൊടുക്കണം. ആൾക്കാർക്ക് 10 അടി 80 സെന്റിമീറ്റർ ആണ് അതിന്റെ സൈസ് വരുന്നത്. ആൾക്കാർക്ക് കേൾക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തോന്നുന്ന സംശയമേ ഇതൊരു കംപ്ലൈന്റ് പ്രൊഡക്റ്റ് ആണോ എന്ന് തോന്നിയേക്കാം. 100% ഇത് 100% സൺലൈറ്റ് അടിക്കുന്നത് വിരിക്കാൻ പാടില്ല. അത് ഏതും വിരിക്കാൻ പാടില്ല. അത് ഇൻസൈഡ് കിച്ചൺ സ്ലാബ് ഒക്കെ വിരിക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇൻസൈഡ് സ്റ്റെപ്പ് വിരിക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇത് വിരിക്കാൻ. ഇന്റീരിയർ ആവശ്യത്തിന് നിങ്ങൾ സിറ്റ് ഔട്ട് വിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതേസമയം കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റെപ്സിലും ഒക്കെ ഈസി ആയിട്ട് ഇൻസൈഡ് വാള് അതൊക്കെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇത് പ്രീമിയം പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരു ഡാമേജ് പ്രൊഡക്റ്റ് അല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അല്ല, ഇതൊന്നും ഡാമേജ്, നമ്മൾ ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഡാമേജ് അല്ല, എല്ലാം ക്ലിയർ പ്രൊഡക്റ്റുകളാണ്. പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്ക്, അതാണ് ആ വിലയ്ക്ക് കൊടുക്കുന്നത്. ഈ പ്രോഡക്റ്റുകൾ നമ്മൾ കസ്റ്റമർ തന്നെ കൊണ്ടുപോയിക്കൊണ്ട് മാത്രം പർച്ചേസ്. അടുത്ത ചോദിക്കാൻ അതാ വന്നോട്ടെ, ഇതിന്റെ ഡെസ്പാച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഈ പ്രോഡക്റ്റുകൾ കസ്റ്റമർ തന്നെ കൊണ്ടുപോകണം. അതിന്റെ കാരണം വെച്ചാല് അത് അതേപോലത്തെ വിലക്കാണ് കൊടുക്കുന്നത്. സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം. അപ്പൊ അതല്ല ഇത് ബാക്കിയുള്ള ടൈലുകളുടെ കൂടെ എടുക്കുമ്പോൾ അത് ഞാൻ എത്തിച്ചേരും. അത് എന്റെ ഉത്തരവാദിത്വമാണ്. ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ അടുത്ത ടൈല് സാനിറ്ററി വെയർ പർച്ചേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനകത്തുനിന്ന് വേറെ നമ്മുടെ ഈ ഓഫറിലൊന്നും ഇഷ്ടപ്പെടാത്ത, പക്ഷെ ഓഫറിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഇയർ എൻഡിങ് ഓഫർ വേറെ വരുന്നത്, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് പറയാം. അത് ഈ കൂടത്തിൽ എടുക്കുവാണെന്ന് നമുക്ക് ഡെസ്പാച്ച് കൊടുക്കാൻ പറ്റും. അതല്ല, ഇത് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അപ്പൊ തന്നെ വണ്ടി വിളിച്ച് കയ്യോടെ കയറ്റി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് തിരിച്ചെടുക്കോ? ഇല്ല, ഈ സ്റ്റോക്ക് ക്ലിയറൻസ് പ്രൊഡക്റ്റ് നമുക്ക് റിട്ടേൺ ഇല്ല. മറ്റേതിന് റിട്ടേൺ ഉണ്ട്. അത് സെപ്പറേറ്റ് പറയാം. ഇത് ഇല്ലാന്ന് പറയുമ്പോൾ അതിന് ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. അല്ല, എന്നാലും ഒന്ന് ക്ലിയർ ആക്കാം. ഇതെന്ന് വെച്ചാൽ ഇന്നലെ വരെ നമ്മുടെ വീഡിയോ നിരന്തരം കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇത് ഓക്കെയാ. പുതുതായിട്ട് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വന്നു എന്ന് വരത്തില്ല. കാര്യം ഇന്നലെ വരെ വീട് പണിത് തീർന്നവൻ ഇന്ന് പുതുതായിട്ട് തുടങ്ങുന്നവൻ ഇത് ആദ്യം കാണുന്നവരാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്ത് നോട്ടീസ് ചെയ്യാനായിട്ട്. ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം വെട്രിഫൈഡ് ടൈല്, അതുപോലെ തന്നെ ക്വാർട്സ് മെറ്റീരിയൽസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ സ്ഥലം ഉണ്ടാക്കാനായിട്ട് ഇതൊരു റേറ്റിൽ നല്ലൊരു പ്രൈസിൽ കൊടുക്കുകയാണ്. പിന്നെ അപ്പൊ ചിലർക്ക് ഒരു സംശയമുണ്ട്, എന്താണ് അപ്പൊ ഇത് മെഷർമെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും സംശയം ചിലപ്പോൾ. അതായത് നീ അളവിൽ പറ്റിക്കോ, ഇതൊന്നും പേടിക്കേണ്ട. നിങ്ങൾ എല്ലാ ബോക്സിലും ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങുന്ന മുഴുവൻ ബോക്സുകളിലും അതിന്റെ ഏരിയ കവറേജ് സ്ക്വയർ മീറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്. സ്ക്വയർ മീറ്റർ രേഖപ്പെടുത്തിയപ്പോൾ ഒരു ഉദാഹരണത്തിന് 2 പീസുള്ള 1200, 600 സൈസ് ആണെങ്കിൽ അതിന്റെ സൈഡിൽ ഏരിയ കവറേജ് 1.44 സ്ക്വയർ മീറ്റർ ഉണ്ടാവും. ഇൻറ്റു 10. ഒരു സ്ക്വയർ മീറ്ററിന് 10.764 സ്ക്വയർ ഫീറ്റ് ആണ്. ഇൻറ്റു 10.764 ഗുണിച്ചാൽ കറക്റ്റ് 15 സ്ക്വയർ ഫീറ്റ് ആയിട്ട് വന്ന് നിൽക്കും. അങ്ങനെ തന്നെ ഈ പ്രൊഡക്റ്റ് വിൽക്കുള്ളൂ. അങ്ങനെ തന്നെ എല്ലാ കച്ചവടക്കാരും വിൽക്കാനും പാടുള്ളൂ. അല്ലെങ്കിൽ അതൊരു ശിക്ഷാർഹമാണ്, ക്രൈമാണ്. 100% ക്രൈമാണ് കേട്ടോ. അങ്ങനെയാണ് വിൽക്കുന്നതും ബില്ലടിക്കുന്നതും ഒക്കെ അങ്ങനെ വിൽക്കാനും പാടുള്ളൂ ആരായാലും. ശരിക്കും മാർക്കറ്റിൽ മറിച്ച് വിൽക്കണമെങ്കിൽ കസ്റ്റമർ സമ്മതിക്കരുത്. തീർച്ചയായും. അപ്പൊ ഈ ഓഫർ സെയിലിന് നമുക്കൊരു പേര് ചോദിച്ചിട്ടാ, നമുക്ക് പടയോട്ടം ഒക്കെ നമ്മൾ ഇട്ടതാ, ഒരു പേരും കൂടി ഇട്ടോ. ഇതൊരു ഉത്സവം ആയിക്കോട്ടെ, ഇത് രഥോത്സവം. ഈ ഓഫറിന്റെ പേരാണ് രഥോത്സവം. ഈ കാലഘട്ടത്തില് ഒരു ഉത്സവം തകർത്താടെയാണ്. ഫെബ്രുവരി 15 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തിൽ നടത്തുന്ന ഓഫറിന്റെ പേരാണ് രഥോത്സവം. ഫെബ്രുവരി 15 തൊട്ട് മാർച്ച് 31 വരെ. അതെ, കഴിഞ്ഞിട്ടില്ല. വീണ്ടും തുടരും. ഇപ്പം നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് ക്ലിയറൻസാ. സ്റ്റോക്ക് ക്ലിയറൻസ് തീർന്നിട്ടില്ല. നമുക്കിനി ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുക, 2025-2026 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടുള്ള ഓഫർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാട്ടെ എങ്ങനെ? 2025-26 കാലഘട്ടത്തിൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ്. അതെ, ഫെബ്രുവരി 15 മുതൽ മാർച്ച് 31 വരെ രഥോത്സവം എന്ന് പറഞ്ഞ
ഇയർ എൻഡിങ് ഓഫർ സെയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളുടെ ഈ ഒരു ഷോറൂമിലോ കുറുപ്പംപടി ഷോറൂമിലോ അല്ല, എറണാകുളം ഉൾപ്പെടെയുള്ള മുഴുവൻ ഷോറൂമുകളിലും ഉള്ള ഒരു പ്രക്രിയയാണ് ഈ ഇയർ എൻഡിങ് ഓഫർ. ഇയർ എൻഡിങ് ഓഫർ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. മൂന്ന് ഷോറൂമുകൾ നമുക്കുള്ളത്. 3 ഷോറൂമിലും ഇയർ എൻഡിങ് ഓഫർ ഉണ്ട്. ഓക്കെ, എന്താണ് ഇയർ എൻഡിങ് ഓഫർ സെയിൽ? ഇയർ എൻഡിങ് ഓഫർ എന്ന് പറഞ്ഞാൽ എല്ലാ സാമ്പത്തിക വർഷത്തിലും കമ്പനിക്കാർ, അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഈ സമയത്ത് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്നത്? മാത്രമല്ല ഇത് കൂട്ടിയിട്ടിട്ട് ഇതൊന്നും ഒരു മാജിക് ഒന്നുമല്ല, ഇതൊക്കെ ഒരു നാച്ചുറൽ ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് വോളിയം പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സാമ്പത്തിക വർഷത്തിൽ നമുക്കൊരു ഓഫർ കമ്പനികൾ അവരുടെ ടാർഗറ്റ് അച്ചീവ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ഓഫർ കമ്പനി തരും. ശരി, ആ കമ്പനി തരുന്ന ഓഫർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ നമ്മളത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രക്രിയയാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത്. മനസ്സിലായി. അത് നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവരിലേക്ക് അറിയിക്കുക, എത്തിക്കുക എന്നുള്ള ഒരു പ്രക്രിയ കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ? 100% കേട്ടാ. ഓക്കെ, അതിലൊക്കെ എത്ര ഇതുവരെയാണ് നമുക്ക് അതിനകത്ത് ഓഫർ ഉള്ളത്? നമ്മൾ ഒരു 30% വരെ, അതായത് പ്രോഡക്റ്റുകൾക്ക് അനുസരിച്ച് 30% വരെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ സാനിറ്ററി വെയേഴ്സിനും ടൈൽസിനും എല്ലാം ഇവിടെയുള്ള എല്ലാ 30% വരെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേപോലെ അല്ല. പല ആ പ്രോഡക്റ്റിന് ആനുപാതികമായിട്ടായിരിക്കും ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. കേസ് ടു കേസ് ഡിസ്കൗണ്ടുകളിൽ വ്യത്യാസമുണ്ടാവും. അതായത് ചിലതിന് നമുക്ക് 10% ആയിരിക്കും കൊടുക്കുക, ചിലതിന് 15 ആയിരിക്കും, 20 ആയിരിക്കും. ടോട്ടല് എന്തായാലും 30% വരെയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലായല്ല? അല്ല, ഞാനത് നമ്മുടെ ആൾക്കാരോട് പെട്ടെന്ന് എത്തിക്കാൻ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലം പറഞ്ഞത്. ഇതിനകത്തെ ഇതിലും എനിക്ക് ചോദിക്കാനുള്ളത് ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതാണ്. 100% നമ്മുടെ സ്ഥാപനത്തില് മുഴുവൻ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത്. ഒരിക്കലും വൺ ടൈം സ്റ്റോക്ക് പോലുള്ള പ്രോഡക്റ്റുകളല്ല. ശരി കേട്ടാ. അതുകൊണ്ട് പേര് തന്നെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിൽ നമ്മൾ പറഞ്ഞ ബ്രാൻഡഡ് തന്നെയാണ്, വൺ ടൈം സ്റ്റോക്ക് അല്ല. യെസ്, ഇതിൽ ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു 30% വരെ എന്ന് പറഞ്ഞു. ഒരു 40 രൂപ ഉള്ള ടൈൽ എടുക്കുവാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ എത്ര രൂപയ്ക്ക് അവൈലബിൾ ആവും? അത് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. അത് കസ്റ്റമർക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വില പുറത്ത് പറയാൻ പാടില്ല എന്നാണ് നിയമം. എന്നാലും എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 40 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ്, അതായത് 1200, 600 വിട്രിഫിറ്റ് ടൈൽ ആവറേജ് ബ്രാൻഡുകളെല്ലാം 40 രൂപ റേഞ്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വൺ ഡേ സ്റ്റോക്ക് മാറ്റി വെച്ചേക്കാം. അല്ല, നോർമൽ ഐറ്റംസ് 40 രൂപ റേഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ഈ ഫെബ്രുവരി 15 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തിൽ വെറും 32 രൂപ 75 പൈസക്ക് ഇൻക്ലൂഡിങ് GST സൈറ്റ് ഡെലിവറി. 32 രൂപ 75 പൈസക്ക് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിലും എടുത്തു പറയേണ്ട ഒരു പ്രധാന സംഗതി, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ശരി, അതെല്ലാം ബ്രാൻഡും പക്ക വിട്രിഫൈഡ് ബ്രാൻഡഡ് ടൈലുകൾ, പ്രീമിയം ക്വാളിറ്റി, ഓൺലി പ്രീമിയം ക്വാളിറ്റി. ഇതിൽ ബ്രാൻഡഡ് ടൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രാൻഡിൻ്റെയും പ്രൈസ് എടുത്ത് പറയരുത് എന്ന് പറഞ്ഞ് വളരെ നിഷ്കർഷമുണ്ട്. ആദ്യകാലത്ത് അതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അത് കൃത്യമായിട്ടുള്ള മാർഗരേഖ വന്നതിന് ശേഷം നമുക്കൊന്നിന്റെ റേറ്റ് എല്ലാവരും വീഡിയോ ചെയ്തൊക്കെ പഠിച്ചല്ലേ. ഇനി വേണമെങ്കിൽ ടൈലുകട തുടങ്ങാല്ല. അയ്യോ, നമുക്ക് ഒറ്റയ്ക്ക് നടത്താൻ പറ്റത്തില്ല കേട്ടോ. അതൊക്കെ നിൽക്കട്ടെ. ചെറിയേട്ടാ, നമ്മൾ 3 കട പറഞ്ഞു. ഈ 3 കടയിൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് എവിടേക്കാണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്യണം. എനിക്ക് ആദ്യം കേൾക്കേണ്ടത് നമ്മുടെ കജാരിയ ഗാലക്സി ബൈ ജോർജ് ഗേദാരാണ്. കാര്യം നമ്മൾ മറ്റത് രണ്ടും നിരന്തരം പറഞ്ഞിട്ടുണ്ട്. അത് ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം തുടങ്ങാം. കജാരിയ ഗാലക്സി, അതായത് എറണാകുളത്ത് ബിസിനസിന്റെ ഹബ്ബ് എന്ന് പറയുന്നത് വൈറ്റിലയാണ്. അതെ, ഈ വൈറ്റിലയിൽ ഗോൾഡ് സൂക്ക് എന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ തൊട്ടടുത്ത് തന്നെ കൈരളി ടയോട്ട കാർ ഷോറൂം ഉണ്ട്. ആ കാർ ഷോറൂമിന്റെ മുകളിലത്തെ 2 നിലകളിലായിട്ട് 17,000 സ്ക്വയർ ഫീറ്റ് കജാരിയ കമ്പനിയുടെ ഓൺ ഷോറൂമാണ്. ആ ഓൺ ഷോറൂം അതിനെ നമ്മൾ ഏൽപ്പിച്ചു തന്നേക്കാണ് നടത്തു മക്കളെ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, കജാരിയ ഗാലക്സി ബൈ ജോർജ് ഗേദാർ, അതായത് കജാരിയയുടെ പ്രോഡക്റ്റ് മാത്രം കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ട് കജാരിയ ഗാലക്സി ബൈ ജോർജ് ഗേദാർ എയർപോർട്ടിൻ്റെ അവിടെ അത്താണി ജംഗ്ഷൻ ഉണ്ട്. അത്താണി ജംഗ്ഷനിൽ നിന്ന് മാള റോഡിൽ കയറുമ്പോൾ വെറും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കുറുമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഇത് ഒരു 35 വർഷത്തെ പാരമ്പര്യം ആണ് ഈ സ്ഥാപനത്തിനുള്ളത്. 35 വർഷമായി നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് 35 വർഷത്തെ പാരമ്പര്യമാണ് ഈ സ്ഥാപനത്തിനുള്ളത്. കുറുമശ്ശേരി എന്ന് പറഞ്ഞല്ലോ കറക്റ്റ്.
കൈതാരൻ ബിൽഡ് വെയർ കുറുമശ്ശേരി എന്ന് അടിച്ചു കൊടുത്താൽ നേരെ ഇവിടെ എത്തും. കൈതാരൻ ബിൽഡ് വെയർ കുറുമശ്ശേരി എന്ന് അടിച്ചു കൊടുത്താൽ നേരെ ഇവിടെ, അല്ലെങ്കിൽ കൈതാരൻ ബിൽഡ് വെയർ എന്ന് അടിച്ചാലും ഇവിടെ തന്നെ എത്തുള്ളൂ കേട്ടോ. ശരി, ഇനി അടുത്തത് വന്ന കുറുപ്പംപടിയാ. അടുത്തത് കുറുപ്പംപടി. അതായത് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് മൂന്നാർ റോഡിലേക്ക് പോകുമ്പോൾ 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുറുപ്പംപടി എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തും. ഈ കുറുപ്പംപടിയിലാണ് നമ്മുടെ അടുത്ത ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അത് ഈ ജോർജ് കൈതാരൻ ബിൽഡ് വെയർ കുറുപ്പംപടിയിൽ നിന്ന് അടിച്ചു കൊടുക്കണം. അതിൽ ഒരെണ്ണത്തിൽ കൈതാരൻ ബിൽഡ് വെയർ അടിക്കുക, അടുത്തതിൽ ജോർജ് കൈതാരൻ അടിക്കുക, മറ്റത് കജാരിയ ഗാലക്സി ബൈ ജോർജ് കൈതാരൻ അടിക്കുക. ഈ 3 രീതിയിലാണ് ഇത് അടിച്ചാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞാൽ ബോക്സ് ആയിട്ടാണ് നമ്മൾ ബില്ലടിക്കുന്നത്. ഈ ബോക്സ് ആയിട്ട് തന്നെ നമ്മൾ തിരിച്ചെടുക്കും. ഒരു ബോക്സിൽ കുറേ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല, 2 പീസാണ് ഒരു ബോക്സ് ടൈലിൽ ഉണ്ടാവുള്ളൂ. ആ 2 പീസ് ബാക്കി വന്നാൽ വരെ നമ്മൾ തിരിച്ചെടുക്കും. എന്ത് വിലയാണോ ബില്ലിൽ ഇട്ടിരിക്കുന്നത് അതിന് ഇൻക്ലൂഡിങ് GST ഉൾപ്പെടെയുള്ള തുക ഒരു നിശ്ചിത കാലയളവിൽ നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചാൽ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നതായിരിക്കും. കസ്റ്റമറുടെ ഏത് പേരിലാണോ ബില്ല് ചെയ്തിരിക്കുന്നത് ആ ബില്ല് ചെയ്തിരിക്കുന്ന കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും. ഡെലിവറി നമ്മൾ അവിടെ കൊടുക്കും, പക്ഷെ തിരിച്ച് നിങ്ങൾ തരണം. തീർച്ചയായിട്ടും. പിന്നെ അടുത്തൊരു കാര്യം, ഇനി ഒട്ടിച്ചുകൊണ്ടിരിക്കാൻ ഒരു 4 പീസ് തികഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ എവിടെയും നമ്മൾ സർവീസ് തരും, അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല, എത്തിച്ചു തന്നിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സർവീസ്, ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ 2 ഹൈലൈറ്റ്സ് ആണ്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ഓഫർ സെയിൽ, അതിൽ മെയിൻ ആയിട്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ലിമിറ്റഡ് പീരിയഡ് ആണ്, ലിമിറ്റഡ് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ വന്നു തന്നെ എടുക്കുക. രണ്ടാമത് നമ്മൾ ഇയർ എൻഡിങ് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് സെയിൽ അപ് ടു 30% വരെ നമ്മൾ ഓഫർ. അതെല്ലാ പ്രൊഡക്റ്റിനും. അപ്പൊ ജോർജ് ചേട്ടാ, അടുത്ത പരിപാടിക്ക് കാണാം. ജോർജ് ചേട്ടൻ്റെ കൂടെ വന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളു കൂടാ. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുവേ. എല്ലാ വീഡിയോസും ഞങ്ങൾ എടുത്തുള്ള 7 മണിക്കാണ്. അതുകൊണ്ട് ഫുൾ പവറിലാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും. യെസ്, എല്ലാ ബിസിനസ്സിൽ മാത്രമല്ല ആരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ ജോർജ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. എടുത്തു പറയുന്ന സർവീസാണ്. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞതുപോലെ 35 വർഷത്തെ സേവന പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാർക്കറ്റിൽ നിലനിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവനവൻ ചെയ്യുന്ന വർക്കിലുള്ള സത്യസന്ധത, പിന്നെ സർവീസ്, അതുപോലെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നത് കൊണ്ടാണ്. അതുതന്നെയാണ് ജോർജ് കൈതാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സ്വന്തം പേരിൽ തന്നെ ബിസിനസ് ചെയ്ത് നമുക്കൊരു പേരില്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശം പരിപാടിയാണ്. ജോർജ് അത് ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യില്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും എപ്പോഴും പറയുന്നത് പോലെ താങ്ക് യു സോ മച്ച്.